പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. 1974 ഐക്യരാഷ്ട്രസഭ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതുമാണ് ഇതിൻ്റെ ലക്ഷ്യം. പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനം എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം. എല്ലാവരുടെയും ആവശ്യം നിറവേറ്റുവാനുള്ളതെല്ലാം അവിടെയുണ്ട്, എന്നാൽ ആർത്തി അടക്കുവാനുള്ളതില്ല എന്ന ഗാന്ധി പാഠം നമ്മളുടെ മനസ്സിൽ ആഴത്തിൽ പതിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം എന്ന സ്വപ്നം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. പ്രകൃതി ശാശ്വത സമ്പത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രകൃതിയുടെ കാവൽക്കാരനായി ജീവിച്ചു സുന്ദർലാൽ ബഹുഗുണ 2021 മെയ് 21 അന്തരിച്ചു എന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനെ നമുക്ക് ആദരപൂർവ്വം ഓർക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നു. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്കും അതുമൂലം ആഗോളതാപനം ഉണ്ടാകുകയും ചെയ്യുന്നു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, ആഗോള പാരിസ്ഥിതിക സുസ്ഥിരതയും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമുക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഫീൽഡ് ട്രിപ്പ് എന്നുള്ള ആ ഒരു ഇതിലാണ് ഇങ്ങോട്ട് വന്നത്. രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലേക്ക് വളരെ ക്ഷമയോടുകൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാം പറഞ്ഞു കൊടുത്ത സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഇനിയും പ്രതീക്ഷിക്കുക, ഞങ്ങൾ ഇനിയും വരും. ഇവരുടെയൊക്കെ ഓർമ്മയിൽ എനിക്ക് അതിശയം, ഇത്രയും ഒരു ടീച്ചറായിരുന്നിട്ട് കൂടി കുറേ അധികം അറിയാമെങ്കിലും എല്ലാം നേരി കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയ്ക്ക് മഹാവ്യാധിയെ ചെറുത്തു നിർത്താൻ കഴിയും. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവികത നിലനിർത്താൻ കഴിയൂ. ഒത്തൊരുമിക്കാം, കൈകോർക്കാം, പരിസ്ഥിതിയെ പുനഃസ്ഥാപിക്കാം. കായെന്ന് പറയുന്നത് വലിയ കായായി ഉണങ്ങി കഴിയുമ്പം ഉള്ളിലുള്ള മാംസം കൊത്തി കളഞ്ഞിട്ട് പണ്ടുകാലത്ത് സന്യാസിമാർ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കമണ്ടലവും വിഷാടനത്തിന് ഇങ്ങനെ കൊണ്ടുനടക്കുന്നു. അതിനെക്കാട്ടി വലുതായി അതിനകത്ത് വെള്ളം വെച്ചിരുന്ന് കുടിച്ചാൽ ഔഷധ ഗുണമാണെന്നാണ് അവർ പറയുന്നത്. ഉപയോഗിച്ചിട്ടില്ല, വിഷാടനത്തിന് ഉപയോഗിക്കുന്നത്. രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ